എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1818 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ N. ഗോപികൃഷ്ണൻ സാറാണ്. പാലക്കാട്, റിട്ടയർഡ് DMO, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതി, കേരള. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ പാലക്കാട് CMO ആയി നിലവിൽ പ്രവർത്തിച്ചു വരുന്നു. ഹോണററി കൺസൾട്ടന്റ്, ഇന്നോവിഷൻ, തൃശൂർ. IHMAയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ്. 40 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ള ഡോക്ടർ. ബാച്ച് ഫ്ലോർ മരുന്നുകളും അതുപോലെ മാഗ്നറ്റോ തെറാപ്പിയിലും പ്രശസ്തൻ. ഇതിനോടകം അനേകം ക്ലാസ്സുകൾ ബാച്ചുലർ റെമഡിയിൽ നമുക്ക് എടുത്തു തന്നിട്ടുള്ള സാറിനോടൊപ്പം എന്നുള്ള വിഷയമാണ് എന്നുള്ളത്. പതിവ് പോലെ നല്ലൊരു ക്ലാസ് സാറിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ N. ഗോപികൃഷ്ണൻ സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ വന്നിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ എത്തും. ഒന്ന് നമ്മളെ ഇതൊക്കെ ഒന്ന് അനൗൺസ് ചെയ്തോ ഡോക്ടറെ. എല്ലാവരുടെയും പ്രത്യേകം അറിവിലേക്ക് ഒരു കാര്യം അറിയിക്കുകയാണ്. നമ്മുടെ 5 വർഷം തികയുന്നതിൻ്റെ ആഘോഷ പരിപാടികൾ സെപ്റ്റംബർ 28 2025 സെപ്റ്റംബർ 28 കൊച്ചി താജ് വ്യോമതയിൽ വെച്ച് നടക്കുകയാണ്. എല്ലാവർക്കും ഒന്ന് നേരിട്ട് കാണുവാനും പരിചയപ്പെടുവാനുള്ള ഒരു അവസരം കൂടിയാണ്. അനേകം പരിപാടികൾ അതിൽ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പ്രത്യേകം സ്റ്റുഡൻസിനായിട്ടും അഗ്രോ ഹോമിയോപ്പതി, വെറ്ററിനറി ഹോമിയോപ്പതി, അങ്ങനെ എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആഘോഷ പരിപാടി, അതോടൊപ്പം കലാപരിപാടികളും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഒറ്റ ദിവസമായി നമ്മൾ നടത്തുന്നത്. രാവിലെ 8 മണിക്ക് തുടങ്ങുകയും വൈകിട്ട് 6 മണിക്ക് അവസാനിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ പരിപാടി പങ്കെടുക്കുന്നതിന് എല്ലാവരും എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ 30-ാം തീയതി വരെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 3000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഈ സമയം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വന്നിട്ടില്ലല്ലേ? ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർക്ക്. നെറ്റ്വർക്കിൽ എന്തോ പ്രോബ്ലം വന്നിട്ടുണ്ട്. നമുക്ക് സേഷ് സാറിനെ ഒന്ന് വിളിക്കാം. സേഷ് സാർ, സാറിനെ ഒന്ന് നമ്മളെ സാറേ, നമ്മുടെ പരിപാടികളെ കുറിച്ചൊക്കെ ഒന്ന് സാറിന് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഒന്ന് പറയാം. കാരണം നമ്മുടെ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നേ ഉള്ളു. എന്തൊക്കെ തീരുമാനിച്ചിപ്പം എന്തോ എല്ലാവർക്കും കയറാത്തതുകൊണ്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അല്ല സാറൊരു എല്ലാവരുടെ ഒരു അഭ്യർത്ഥനയൊക്കെ നടത്താം. ആ, സാറിന് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ. ഗോപികൃഷ്ണൻ ഡോക്ടർ വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ആരാ ഗസ്റ്റ്? എന്നെ ഡോക്ടർ ഗോപികൃഷ്ണൻ പാലക്കാടാണ് സാർ. ഗോപികൃഷ്ണനോ? അതെ പാലക്കാടുള്ള. അതെ. ഹോമിയോട്ടല്ലേ? എന്റെ സ്റ്റുഡന്റ് അല്ലേ? അതെ. ആ, എന്താ? റീമില് 21 ആളേ ഉള്ളൂ അല്ലേ? എന്തോ? ഇനി 21 ആളുകളേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇന്ന് ആള് കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ സാറേ. ആണല്ലേ? അതെ. ഗോപീഷനായതുകൊണ്ട് ആള് കുറച്ച് കൂടുതൽ വരണ്ടാണോ? ഗോപികൃഷ്ണനായതുകൊണ്ടേ. അതെ, വരുന്നുണ്ട്. ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുക സാറേ. സാറേ, നമ്മുടെ പരിപാടികളുടെ ബ്രോഷറൊക്കെ ഏകദേശം ഇതായിട്ടുണ്ട്. നാളെ ഇട്ടുതരുമോ? ഇന്നിപ്പോ നാളെ ഇട്ടുതരുമോ? ഏകദേശം ആയിട്ടുണ്ട്. ആണല്ലേ? ഇന്നിപ്പോ ഫൈനൽ അടിച്ചോണ്ടിരിക്കുകയാണ്. ഫിക്സ് ചെയ്തോ? അതെ, മന്ത്രിയുടെ കൺസെന്റ് കിട്ടിയതല്ലാതെ അത് റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. കയ്യില് നമ്മുടെ കേന്ദ്ര ആയുഷ് മന്ത്രിയെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
അതെ. അദ്ദേഹം വരാമെന്ന് പറഞ്ഞെങ്കിലും അത് നമുക്ക് കയ്യിലോട്ട് എഴുതി തന്നില്ല. ഇല്ല അല്ലേ. ഒഫീഷ്യൽ ലെറ്റർ കിട്ടിയാതെ നമുക്ക് ടൈപ്പ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഞാൻ അയച്ചുകൊണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീയമ്പളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. നമുക്കവിടെ ഞാൻ അതെന്താ നാളെ വെച്ചാൽ നോക്കട്ടെ, നാളെ ശ്രീയമ്പളൊന്ന് കിട്ടുമോ നോക്കട്ടെ. അവിടെ പെൻഷന് കിട്ടിയിട്ടില്ല അറിയാം. അതെന്താന്ന് വെച്ചാലേ ഉം. BJP-യുടെ മിനിസ്റ്റർ അല്ല അത്. അത് അല്ലല്ല, ശിവസേനയാണ്. ഇതാണ് ഞാൻ ശിവസേനയാണ്. ശിവസേനയാണ്. എന്താണ് നമുക്കൊരു കൺഫർമേഷൻ ആകാത്തത്. അതുകൊണ്ട് അത് പ്രശ്നമാണെന്നോ. ഞാനൊന്ന് ശ്രീയമ്പളെ പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു ശിവസേനക്കാരനാണല്ലേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെ, അതാണ് അതിന്റെ പ്രശ്നം. അവര് ആര് സേനയാണെങ്കിലും നമ്മൾ ആയുഷിന്റെ മന്ത്രിയല്ലേ, നമുക്കത് നോക്കിയാൽ മതിയല്ലോ. നമ്മത്തോളം വേറെ ഒന്നും പ്രധാനമില്ല. ആയുഷ് മിനിസ്റ്റർ അല്ലേ. കേൾക്കാമോ? കേൾക്കാമോ? മ്യൂട്ടായി പോയി ധനേഷ് ഡോക്ടർ. മേറ്റായി പോയോ? അല്ലല്ലോ ഞാൻ. അല്ല, ഫോൺ വിളിക്കുമായിരിക്കും മറ്റേ അതായിരിക്കും. ആര് ഏത് വകുപ്പാണെങ്കിലേ നമ്മളെ ആയുഷ് മിനിസ്റ്ററാണ്, നമ്മളത് നോക്കിയാൽ മതി. കൂടുതൽ എങ്ങനത്തെ കേസാ സാറേ വരുന്നത്? ക്യാൻസർ കിഡ്നി ഫെയിലിയറും എന്നാണ് കൂടെ ഉള്ളത്. അതുപോലെ സംബന്ധം ക്യാൻസറിനെ പെയിനൊക്കെ നമുക്ക് 1-2 ദിവസം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കിഡ്നി ഫെയിലിയർ എന്ന് വെച്ചാൽ അത് ചില ആൾക്ക് 7 മേളിലൊക്കെ വന്നാൽ പെട്ടെന്ന് താഴോട്ട് വരാൻ പ്രയാസമാണ്. അതിന് വരുന്നുണ്ട് കേസുകൾ, താഴോട്ട് വരുന്നുണ്ട്. 7 വന്ന കേസൊക്കെ ഇപ്പം 5-5.5 കൊച്ചു സുഖം തോന്നുമ്പോൾ ഞങ്ങൾ പൊക്കോട്ടെ പോയി മറ്റേ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോവും. അപ്പം ഇതൊരു 10 ദിവസം ആവും കിടന്നിട്ട്. ഇത് മാക്സിമം 10 ഡേയ്സിനുള്ളിൽ അത് 2-3 ഗ്രാം കുറയുന്നുണ്ട്. ചിലത് അനങ്ങത്തില്ല. അനങ്ങാത്ത കേസ് ഞാൻ പറയും എത്ര വാശിയാണ് അനങ്ങാൻ വേണ്ടി അവിടെ സൂച കൊടുക്കും, അപ്പോൾ അനങ്ങും. വാശി കാണിച്ചാൽ ഞാൻ വാശി കാണിക്കും. അത്ര വാശിയാണെന്നിരിക്കും. നമ്മളെ ഗസ്റ്റ് ജോയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അതുവരെ ചോദിക്കാൻ സൈഡ് സാർ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ചോദിക്കണം, ഞാൻ അറിയാവുന്ന പറയാം. സാറേ, നമ്മൾ ഈ ക്രിയേറ്റിൻ കുറയ്ക്കുന്നതിന് എങ്ങനെയാ സാറിന്റെ? ക്രിയാറ്റിൻ കുറയ്ക്കുന്ന കാലിക്ലോർ, കുപ്പറമാർട്സ്, പിന്നെ കൽക്കേരിയ ആർട്സ്, അങ്ങനെ കുറച്ച് മരുന്നാണ് കൂടുതൽ വരുന്നത്. കാലിക്ലോറാണ് 7 മേളിൽ വന്നാൽ കാലിക്ലോർ വേണ്ടി വരും. 3x30 ഞാൻ 3x കൊടുക്കാറില്ല, കാരണം 3x ചിലർക്ക് ചൊറിച്ചിലുണ്ടാകുന്നുണ്ട് ദേഹത്ത്. അതുകൊണ്ട് ഞാൻ 30 മുതലാണ് നോക്കുന്നത്. 30 ഒരു 4th hour കൊടുക്കും, പിന്നെ 3 times ആക്കും, പിന്നെ twice ആക്കും, once in a day ആക്കും. ഞങ്ങൾക്ക് നല്ല വ്യത്യാസം കാണുന്നുണ്ട്. ഈയിടെ ഒരു 14 വന്നൊരു ക്രിയാറ്റിൻ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാളിപ്പോൾ അതൊരു 10.6 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. 5-6 ദിവസമായി. അത് ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ചുകൂടെ നോക്കിയിട്ട് നിങ്ങൾ ഡിസ്ചാർജ് വിടും, 10 ദിവസം കൂടുതൽ കിടത്തൂല എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു ഡിമാൻഡാണ്, 10 ദിവസം കൂടുതൽ കിടത്താറില്ല. 10 ദിവസം ആകുമ്പോൾ ഞാൻ അതൊക്കെ ഡിസ്ചാർജ് വിടും. ഏതാണ്ടൊക്കെ കൺട്രോളായി പോകുന്നുണ്ട്. പിന്നെ ചില ആൾ പോയി വന്നിട്ട് അവർ മാങ്ങ കഴിച്ചു, പേരക്ക കഴിച്ചു എന്ന് പറഞ്ഞ് വരും. അത് പുളിച്ചിട്ട് പഴുക്കുന്ന ഒരു സാധനം കൊടുക്കാൻ പാടില്ല കിഡ്നിയുടെ അസുഖമുള്ള ആൾക്ക്. പുളിപ്പ് വന്നിട്ട് പഴുക്കുന്നത്, ആ മാങ്ങ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യും. മാങ്ങ നല്ല പുളിയായിട്ടും ചെയ്യും. ഏറ്റവും പുളിയുള്ള മാങ്ങയാണ് ഏറ്റവും മരമുള്ളത്. അങ്ങനെയാണ് മാങ്ങ കൂടുതൽ കഴിച്ചാൽ ക്രിയാറ്റിൻ കൂടും. ഇവർക്ക് ഇങ്ങനെയുള്ളവർക്ക് അതുപോലെ ആർത്തിയാണ്, ക്രേവിംഗ് ഉണ്ട് ഫ്രൂട്ട്സിനോട്. ഞാൻ പറയാം, സിംല ആപ്പിൾ കുഴപ്പമില്ല. സിംല ആപ്പിൾ എന്ന് പറഞ്ഞാൽ പൊടി ആപ്പിൾ ഇല്ലേ, അത് വലിയ കുഴപ്പമില്ല. പേരയ്ക്കയും വലിയ കുഴപ്പമില്ല. അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും കുഴപ്പമാണ്. മുതിരിങ്ങയൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടാം. ഏതാ സാറേ?
മുന്തിരിയെ ഗ്രേപ്സ് മുന്തിരി. ആ ആ ഭയങ്കര പാടമല്ല. അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് ഒരു മുന്തിരി എടുത്ത് കഴിച്ചാൽ മതി, പിറ്റേന്ന് കൂടും. ആ. ഈ മാതളം എങ്ങനെയാ സാറേ? മാതളം കുഴപ്പമില്ല. മാതളം, പേരയ്ക്ക, ആപ്പിൾ, ഇത് മൂന്നും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. പൈനാപ്പിൾ അല്ല, പൈനാപ്പിൾ അല്ല, പൈനാപ്പിൾ പറ്റില്ല, പൈനാപ്പിൾ പറ്റില്ല. പപ്പായ. പപ്പായ കുഴപ്പമില്ല. പൈനാപ്പിൾ ദോഷം ചെയ്യും, മാങ്ങ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യും, മുന്തിരിങ്ങ ദോഷം ചെയ്യും. ഈ ചക്കപ്പഴത്തിന് എങ്ങനെയുണ്ട്? ചക്ക പറഞ്ഞ് നല്ല കൂഴച്ചക്ക പറ്റൂല. വരിക്കച്ചക്ക ഇല്ലേ, ആ അത് വലിയ കുഴപ്പമില്ല. ചക്ക പറഞ്ഞ പുളിക്കത്തില്ലല്ലോ, പുളിക്കാതല്ലേ പഴുക്കുന്നത്. ആ പുളിക്കാതെ പഴുക്കുന്നതിന് നല്ല ഗുണമാണ്. മൊത്തം ചക്കപ്പഴം ഈ കിഡ്നിക്ക് നല്ലതുമാണ് കേട്ടോ. കിഡ്നിക്ക് ഒരു പ്രത്യേക ഹെൽത്തി ഉണ്ടാക്കും. അത് കൂട് പഴുക്കാത്ത പഴമുണ്ട്, വരിക്കച്ചക്കയുടെ കൂട് പഴുക്കാത്ത, അത് വളരെ നല്ലതാണ്. തോരൻ വെച്ച് കഴിക്കുക അല്ലെങ്കിൽ വെറുതെ കഴിക്കുകയോ ചെയ്ത് ചവച്ചരച്ച് തിന്നുകയാണെങ്കിൽ ക്രിയാറ്റിൻ കുറയുന്നുണ്ട്, ദോഷം ചെയ്യുന്നില്ല. ഇപ്പം മാങ്ങ, മുന്തിരി, ഓറഞ്ച് അതെല്ലാം ദോഷം. ദോഷം. കുപ്രമാഴ്സും കാൽക്കേരിയാഴ്സും ഏത് പൊട്ടൻസി ആയിരിക്കും? തട്ടിയാം കാലിക്ലോർ, അതെ കാലിക്ലോർ തട്ടിയാം, കാലിക്ലോറേറ്റം സാർ ഈ ഈൽസർ ഉപയോഗിക്കാറുണ്ടോ? ഈസ്റ്റർ ഉപയോഗിക്കാറുണ്ട്. ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ഈസ്റ്റർ കൂടുതൽ കൊടുക്കും. ഈസ്റ്റർ പിന്നെ കൂടുതലും ക്രോണിക്കല്ല വരുന്നത്, അക്യൂട്ട് കിഡ്നി ഡിസീസാണ്. CRF അല്ല, അക്യൂട്ട് കിഡ്നി, നെഫ്രോട്ടിക് സിൻഡ്രോം അല്ലേ, നെഫ്രോട്ടിക്കിനാണ് കൂടുതൽ വരുന്നത് ഈൽസറ മരുന്ന്. ഈസ്റ്റർ. പിന്നെ ഇതിന് BP ഉണ്ടെന്ന്, BP കൺട്രോൾ ആവുന്നുണ്ടെങ്കിൽ ഇത്ര കൊടുത്താൽ കൺട്രോൾ ആവും. ലതാ മേനോൻ ഡോക്ടർ എന്തെങ്കിലും ആർക്കെങ്കിലും സാറിനോട് സംശയം ചോദിക്കാൻ നമുക്കൊരു കിട്ടിയ ഭാഗ്യമാണ്. ഇസ്മായിൽ സാറിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്ത് തരാം. എന്ത് സംശയം ഉണ്ടെങ്കിലും സാറിനോട് ചോദിക്കാം. കിഡ്നിയുടെ മാത്രമല്ല, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസറിനെ പറ്റി ചോദിക്കാം. നെഫ്രോട്ടിക് സിൻഡ്രോം, ഹൈപ്പർ ടെൻഷൻ അറിയാവുന്ന പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ് കാണുവേ അതിങ്ങോട്ട് പറഞ്ഞു അറിയാൻ വേണം. ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തു. എന്നെ ഒന്ന് കോഹോസ്റ്റ് ആക്കിയേക്കണേ. അതാണ് സാറേ, ഈ മഞ്ഞപ്പിത്തം സാറിന്റെ ട്രീറ്റ്മെന്റ് ഏതൊക്കെ ടൈപ്പിൽ എങ്ങനെയൊക്കെയാണ് സാർ? ഹെപ്പറ്റൈറ്റിസ് ഏത് ടൈപ്പാണെങ്കിലും കുഴപ്പമില്ല. കിഡ്നി ലിവർ ക്യാൻസറിന് മാത്രമാണെങ്കിലാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. CA ലിവർ വിത്ത് ഫോളോഡ് ബൈ ജോണ്ടീസ് വരികയാണെങ്കിൽ ജോണ്ടീസ് അല്ലല്ലോ, CA ലിവറിനുണ്ടായതിൻ്റെ പേരിലുള്ള ജോണ്ടീസാണത്. അത് കുറച്ച് പ്രയാസമാണ്. അത് നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, കൂടുതൽ പോകാതെ. അക്യൂട്ട് ജോണ്ടീസൊക്കെ, ഹ്യൂമനൈറ്റിക് ജോണ്ടീസൊക്കെ നല്ല മാറ്റമാണത്. അത് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് പറയാമോ? ഇത് അക്യൂട്ട് മാനുഫാക്ചർ ആണെങ്കിൽ കൂടുതലും കാരണം ആർസിക് ആൽബം, ബ്രയോണിയ, ടെല്ലോണിയം, ചിന്നമാർസ്, കൽക്കരി ആർട്സ്, അതൊക്കെ അതിനകത്ത് വരുന്ന മരുന്നുകളാണ്. ചിന്നമാർസിന് പ്രത്യേകത വേണ്ട, കാരണം ചിന്നമാർസിന് എന്നും ഒരു പനി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ചിന്നമാർസായിരിക്കും വരുന്നത്. ഫോളോഡ് ബൈ ടെമ്പറേച്ചർ, ഫീവർ ഉണ്ടാവും എല്ലാ ദിവസവും. എന്തെല്ലാം ചെയ്താൽ കുറയില്ല, പക്ഷേ ചിന്നമാർസ് കൊടുത്താൽ അതങ്ങ് പമ്പടക്കും. അത് കുറയും ചെയ്യും, മറ്റുള്ള അസുഖങ്ങൾ കുറയും ചെയ്യും. നമ്മൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരാൾക്ക് ബ്രയോണിയ കൊടുത്തു, വണ്ടർഫുള്ളായിട്ട് കുറഞ്ഞത്. 12 പോയിന്റ് സംതിങ് ഉണ്ടായിരുന്നു, ഹൈദരാബാദ് കാരനാണ്. അവിടെ ഒരു കൊച്ചു പ്രാക്ടീസ് ചെയ്തിരിക്കുകയാണ്, അത് ദുബായിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇത് വെച്ചു ഞാൻ പറഞ്ഞു, സിംറ്റം പറയുമ്പോൾ ഞാൻ പറഞ്ഞ് ബ്രയോണിയ കൊടുക്കാൻ പറഞ്ഞു.
2 ദിവസം കൊണ്ട് താഴോട്ട് വന്നത്. പൊട്ടൻസി ഏതാ കൊടുത്തത് സാറേ? 200. കൽക്കരിയുടെ കോമ്പിനേഷൻ വരുമ്പോഴേക്കും കഴിയുന്ന ചേർത്തിയാണ് നല്ലത്. മറ്റുള്ള വില വരുമ്പോൾ 200 ആണ്. ഇപ്പോൾ ചെൽഡോണി ആണെങ്കിലും ലിയോണി ആണെങ്കിലും എല്ലാം പക്ഷികളൊക്കെ ആണെങ്കിൽ 200 അവർ കൊടുക്കുന്നത്. ചിൽഡ്രന് സാർ 200 ആണ് കൊടുക്കുന്നത്. ആ കൊടുക്കുന്നത്. തിരേനെ ടിഞ്ചർ കൊടുക്കും. ടിഞ്ചർ അത്ര വലിയ എഫക്റ്റ് കാണുന്നില്ല. ഞാൻ ചെൽഡോണി 200 1/8 1/10 എവറി 3 hours കൊടുക്കും. കാര്യപ്പെട്ട മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഡ്രോപ്സ് കൊടുക്കാറില്ല. ഒരു ഡ്രോപ്പിനെ ഡിവൈഡ് ചെയ്ത് ചൂരമുൾക്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളത്തിൽ കൊടുക്കാൻ എഫക്റ്റ് ഇല്ല കേട്ടോ. അത് അതേപോലെ തന്നെ ഇപ്പം ഒരു 4 മണിക്കൂർ വെള്ളം എടുത്ത് ഒരു ഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ഫലം ഉണ്ടാവില്ല, ഫലം കുറയുന്നുണ്ട്. പക്ഷേ ഷുഗർ മിൽക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ആക്ഷൻ വരുന്നുണ്ട്. എന്താ അതിൻ്റെ പിന്നീടൊന്നും അറിയാൻ പറ്റുന്നില്ല. എനിക്ക് വന്ന് അത് വാട്ടർ സൊല്യൂഷൻ ആകുമ്പോഴേ ആ മൊത്തം ഡോസ് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അക്വേഷൻ കൂടെ ഉണ്ടാവും, അതാണ് കാരണം തോന്നുന്നു. ഡിവൈഡ് ഷുഗർ മിൽക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകും. 1/8 1/8 ആയിരിക്കും. വാട്ടർ നമ്മൾ ഒരു തുള്ളി ഇട്ടാലും 2 തുള്ളി ഇട്ടാലും അത് ടോട്ടൽ വാട്ടർ അത് തന്നെ ആയിരിക്കും. ഒരു സ്പൂൺ എടുത്താലും അത് എഫക്റ്റാണ്. സാറിന് അക്യൂട്ട് കേസുകൾ ധാരാളം വരുന്നുണ്ടോ? അക്യൂട്ടുണ്ട്. IP ഉള്ളതുകൊണ്ട് അക്യൂട്ട് വരും. ക്രോണിക് തവണ എനിക്ക് ചികിത്സിക്കാൻ എളുപ്പവും ഇഷ്ടവും അക്യൂട്ടാണ്. പണ്ടുപോലെ അങ്ങനെയാണ് ഞാൻ. ക്രോണിക്കായിട്ട് ഒരുപാട് വരുന്നുണ്ടെങ്കിലും അക്യൂട്ട് കേസ് ചികിത്സിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പം ന്യൂമോണിയൊക്കെ ആണെങ്കിൽ ഞാൻ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ചിട്ട് 2-3 ദിവസം കൊണ്ട് കൺട്രോളാക്കി വിടുന്നുണ്ട്. ഫ്ലോറൽ അഫീഷൻ ആണെങ്കിലും ന്യൂമോണിയ ആണെങ്കിലും ഇതാണെങ്കിലും. കാരണം ചില കേസുകൾ ക്യാൻസർ കേസുകൾ ന്യൂമോതൊറാക്സ് ആയിട്ട് വരും. ന്യൂമോതൊറാക്സ് ഹൈഡ്രോതൊറാക്സ് ആയിട്ട് വരും. നമുക്കതിന് മരുന്നുണ്ട് തരാം. ഞാൻ കൂടുതൽ കൊടുക്കുന്നത് ഫസ്റ്റ് കൊടുക്കുന്നത് സൾഫറാണ്. സൾഫർ 30 1/20 ആക്കും. എവരി 4th hour കൊടുക്കുന്നത്. ഡ്രോപ്പ് 20 ഡോസ് ആക്കിയിട്ട് 4th hour. ന്യൂമോതൊറാക്സ് ആണെങ്കിൽ അതെ, ഹൈഡ്രോതൊറാക്സ് ആണെങ്കിൽ അതെ. പിന്നെ മറ്റുള്ള മരുന്നിൻ്റെ എഫക്റ്റ് വരികയാണെങ്കിൽ അത് കൊടുക്കും. വേറെ ഒരു സിംറ്റം കിട്ടിയാൽ ഞാനിതാ കൊടുക്കുക. എക്സ്റേയിലും മറ്റുള്ള സ്കാനിലെല്ലാം കാണുന്ന റിപ്പോർട്ട് ന്യൂമോതൊറാക്സ് ആണ്, ഹൈഡ്രോതൊറാക്സ് ആണ്, വേറെ ഒന്നും വരുന്നില്ലെങ്കിൽ ഞാൻ സൾഫറ കൊടുക്കുക. നല്ല ആക്ഷൻ ഉണ്ടാകുന്നുണ്ട്. എല്ലാ മരുന്നും വർക്ക് ചെയ്യാൻ കേട്ടോ. എപ്പിസ്മലും വർക്ക് ചെയ്യും, അപ്പോസനും വർക്ക് ചെയ്യും. അതൊക്കെ 30 ആയിരിക്കും അല്ലേ? 30 കഴിയുന്നത് 30 ആണ് നല്ലത്. ആരാ മെസ്സേജ് ചെയ്ത്? HMD ഗ്ലോബൽ HMD ഫ്യൂഷൻ, അതാരാണ്? ഹാൻഡ് റൈസ് ചെയ്യാവോ? പേര് പറയാതെ കയറുന്നവരെ നോക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത്. ചാരന്മാരും വരും. നമ്മളെ പണ്ട് പിടിച്ചോണ്ട് പോലെ. സാധാരണ വരുന്ന ആരുമല്ല, സ്ഥിരമായി വരുന്നവരിലല്ല. അതൊന്ന് വ്യക്തമാക്കാൻ പറയും ആരാണെന്ന്. അല്ലെങ്കിൽ ഇവിടുന്ന് വ്യക്തമാക്കിയില്ലേ നമ്മൾ ഇവിടുന്ന് മ്യൂട്ട് ചെയ്യുക. നിങ്ങളെ എൻജോയ് ചെയ്ത് കേട്ടോ. അത് നമ്മൾ പ്രിൻസിപ്പളായിട്ട് മാറ്റിയേക്കാം. അവരവരെ പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ വയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളായിട്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്യാം, പറഞ്ഞു വിടുക. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, നോക്കട്ടെ. വീഡിയോ ചെയ്തൊന്ന് സംസാരിക്കണേ. ഹലോ, കേക്കണ്ടോ? വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കണേ. ആരാണെന്ന് വീഡിയോ ഓൺ ചെയ്യൂട്ടെ. ഈ ഗോപിന്റെ നെയിം അവിടെ HMD എന്നാ വരുന്നത്. ഗോപികൃഷ്ണ സാറിന്റെ ആണോ? എന്നെ കേക്കണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ. ഞങ്ങക്ക് സംശയം വന്നു, പേര് കാണാഞ്ഞത് കൊണ്ടേ. വീഡിയോ കാണുന്നില്ല സാറേ. പുതിയ ഫോണായോണ്ട് അതിൽ എന്തോ പ്രശ്നമുണ്ട്, അതാണ്. അപ്പൊ കാണുന്നില്ല, സാറിനെ കാണുന്നില്ല. കാണുന്നില്ലേ? വീഡിയോ ഓൺ ചെയ്യൂ.
ഓൺ ചെയ്യൂ ഗോപിട്ടാ. അതിലെ ആ റെഡ് സിഗ്നൽ അതൊരു പേരായോണ്ടാണ് നമുക്ക് പ്രത്യേക ഒരു ഇപ്പൊ കണ്ടോ? ഇപ്പൊ കണ്ടു സാർ. എന്താ റീനെയിം ചെയ്യാൻ എന്താണ്? പുതിയ ഫോൺ ആയതുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അതാണ്. അതാ പറ്റിയ ഞങ്ങൾക്ക് ഇതുവരെ കാണാത്തൊരു നമ്പർ പേരില്ല. അപ്പൊ നമുക്ക് ഒരു സംശയം പോലെ ആയിപ്പോയി. ചാനലാണ് ഒരു അമേരിക്കൻ ചാനലോ ചൈന ചാനലോ ചോദിച്ചു. എന്തായാലും സാറ് വരാൻ താമസിച്ചുകൊണ്ട് ഇത് നമുക്ക് സേട്ട് സാറ് ആയിട്ടൊരു ചോദ്യോത്തരമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടിന്യൂ ഇല്ല സാറ് പകൽ കാര്യം പറയും. സാറ് കയറിയത് നിങ്ങളുടെ മുഖ്യ പ്രഭാഷകൻ. സേട്ട് സാറിന് എനിക്ക് എപ്പോഴും കിട്ടും. സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ അതിഥിയായി ഡോക്ടർ എൻ ഗോപികൃഷ്ണൻ സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, താമസിച്ച് ഫോൺ ശരിയാക്കി നിങ്ങളുടെ മുന്നിൽ പ്രതിഷ്ഠപ്പെട്ടിരിക്കുകയാണ്. 2 മാസമായി നമ്മളെ കണ്ടിട്ട്. ഫ്ലവർ റെമഡീസിന്റെ ആ ഒരു അടുത്ത ഒരു അധ്യായത്തിലേക്ക് നാം വീണ്ടും കാലുവെക്കുകയാണ്. എൻ്റെ വന്ധ്യപിതാവിനും എൻ്റെ ഈ ജന്മത്തിലെ ഗുരുനാഥായ മാതാമൃതാത്മയെ സ്മരിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മൾ ബാച്ചലർ റെമഡീസിന്റെ എടുത്ത സമയത്ത് നമ്മൾ 7 ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയിനായിട്ട് നോക്കണം. അതിൽ 3-ാമത്തെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഫോർ ഇൻസഫിഷ്യൻറ്റ് ഇൻട്രസ്റ്റ് ഇൻ പ്രസന്റ് സർക്കംസ്റ്റാൻസസ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങളായിട്ട് നമ്മൾ പൊരുത്തപ്പെടാണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. ഞാൻ ഈ നമ്മൾ ജനിച്ച് വളർന്നതും നമ്മളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സറൗണ്ടിങ്സ് അതിലൊന്നും നമ്മൾ താല്പര്യമില്ലാണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവർക്കുള്ള ഒരു ഹെഡിങ്ങാണിത്. 3-ാമത്തെ, തനത് നിലയിൽ തൃപ്തി പോരാ, അഭിരുചിയില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താല്പര്യമില്ലായ്മ, നോട്ട് സഫിഷ്യൻറ്റ് ഇൻട്രസ്റ്റ് ഇൻ പ്രസന്റ് സർക്കംസ്റ്റാൻസസ്. ഇതാണ് നമ്മുടെ ആ ഹെഡിങ്ങിൻ്റെ. അതിൽ 7 മരുന്നുകളാണ് പറയുന്നത്. 1-ാമത്തെ മരുന്ന് ക്ലിമാറ്റിസ്, 2-ാമത്തെ ഹണിസക്കിൾ, 3-ാമത്തെ വൈൽഡ് റോസ്, 4-ാമത്തത് ഒലീവ്, 5-ാമത്തെ വൈറ്റ് ചെസ്റ്റ്നട്ട്, 6-ാമത്തെ മസ്റ്റാർഡ്, 7-ാമത്തെ ചെസ്റ്റ്നട്ട് ബഡ്. അതിൽ ഫസ്റ്റ് റെമഡി നമ്മൾ പറയുന്നത് ക്ലിമാറ്റിസ് ആണ്. ക്ലിമാറ്റിസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തിരുന്നു. ക്ലിമാറ്റിസ് നമ്മൾ ആബ്സെന്റ് മൈൻഡഡ് പീപ്പിളിന് കൊടുക്കുന്ന മരുന്നാണ്. ലാസ്റ്റിൽ സ്കൂളിലും കോളേജിലൊക്കെ ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ദിവാസ്വപ്നം കാണുന്ന ആൾക്കാർ കൊടുക്കുന്നതാണ്. ഉറക്കം തൂങ്ങികൾ കൊടുക്കുന്ന മരുന്നാണ്. റെസ്ക്യൂ റെമഡിയിലൊരു മരുന്നാണ് ഈ ക്ലിമാറ്റിസ്. ദിവാസ്വപ്നം കാണുന്നവർ, ഡ്രീമി സ്റ്റേറ്റിൽ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, ഉറക്കം തൂങ്ങികൾ, 100% ഉണർവില്ലാത്തവർ, നോട്ട് ഫുള്ളി അവേക്ക്, ജീവിക്കുന്നതിൽ താല്പര്യമില്ലാത്തവർ, നോ ഇൻട്രസ്റ്റ്, quite like not really happy in their present circumstances. ഭാവിയിൽ ജീവിക്കുന്നവർ, വർത്തമാന കാലങ്ങളിൽ ജീവിതം ആസ്വദിക്കാത്തവർ. ഇവർ ഈ ക്ലിമാറ്റിസിന് എന്താ പ്രശ്നം? നമുക്ക് നാളെ ലോട്ടറി കിട്ടും, അല്ലെങ്കിൽ മറ്റന്നാളെ ലോട്ടറി കിട്ടും, അല്ലെങ്കിൽ മറ്റന്നാൾ എനിക്ക് 50,000 രൂപ കിട്ടും, അല്ലെങ്കിൽ മറ്റന്നാൾ എനിക്ക് ആളെ കാശ് എനിക്ക് വെറുതെ തരാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ പറഞ്ഞ് ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നവർ. ഇപ്പോൾ ഭാവിയിൽ ജീവിക്കുന്നവർ വർത്തമാനകാലത്തിൽ ഇപ്പോഴത്തെ പ്രസന്റ് സർക്കംസ്റ്റാൻസസിൽ അവരെ ജീവിക്കാൻ താല്പര്യമേ ഇല്ല. അവർക്ക് ഭാവിയിൽ ഞാൻ അതാവും, ഭാവിയിൽ ഇതാവും, ഭാവിയിൽ മാത്രം ചിന്തിച്ച് മുന്നോട്ട് ജീവിക്കും. ലിവിങ് മോർ ഇൻ ദ ഫ്യൂച്ചർ ദാൻ ഇൻ ദി പ്രസന്റ്. എനിക്ക് ഒരു നല്ല കാലം വരും, ഞാൻ വിചാരിച്ചത് എല്ലാം അന്ന് നടക്കും. ലിവിങ് ഇൻ ദ ഹോപ്പ് ഹാപ്പിയർ ടൈംസ് വെൻ ദർ ഐഡിയൽസ് മേ കം ട്രൂ. അസുഖങ്ങൾ വന്നാൽ അത് മാറാൻ വേണ്ട ഒരു പ്രയത്നവും ചെയ്യാത്തവർ. എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതവിടെ കിടക്കട്ടെ, അന്ന് എനിക്കതിലൊന്നും താല്പര്യമില്ല, അതൊക്കെ തനിയെ മാറിക്കോളും. അവരുടേതായ ഒരു എഫർട്ടും അവരെടുക്കില്ല. ഈ ക്ലിമാറ്റിസ് പീപ്പിളിന് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ റിട്ടയർ ചെയ്ത പീപ്പിൾ ആൾക്കാർ, നമ്മുടെ ഉമ്മർത്തർ കസാലയിൽ ഇരിക്കുന്ന മാരിയുള്ള പ്രകൃതക്കാർ, അത് നമ്മുടെ യങ് ഏജിൽ തന്നെ പ്രാവർത്തികമാക്കുന്ന ആൾക്കാർ ഒരു ചെറിയ നീക്കം പോലും ചെയ്യില്ല. ഇൻ ഇൽനെസ് സം മേക്ക് ലിറ്റിൽ ഓർ നോ എഫർട്ട് ടു ഗെറ്റ് വെൽ. ഒരു തരത്തിൽ അവർ ചെറിയ ഒരു നീക്കം പോലും അവരുടെ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കില്ല. ചില കേസുകൾ ഇവർ മരണമാണ് എനിക്ക് വിധിച്ചത് എന്ന് വിശ്വസിക്കുന്നവർ. ഇതിനേക്കാളും ഭേദം മരിക്കുന്നല്ലേ, ഇങ്ങനെയൊക്കെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ഇത് സഹായിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പൊക്കോട്ടെ, ഞാനായിട്ടൊന്നും ചെയ്യില്ല.
എനിക്ക് ഒരു നല്ല കാലം എപ്പോഴെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നവർ, എന്നെ സ്നേഹിച്ചിരുന്ന ഒരാളെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷ പുലർത്തുന്നവർ, ഇൻ ദ ഹോപ്പ് ഓഫ് ബെറ്റർ ടൈംസ് ഓർ മേ ബി മീറ്റിംഗ് എ ബിലിവേർഡ് വൺ ഹും ദേ ഹാവ് ലോസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കൊരു സുഹൃത്തുണ്ടായിരുന്ന അയാളെ എപ്പോഴെങ്കിലും ഞാൻ കണ്ടുമുട്ടും എന്ന് വിചാരിച്ച് മനസ്സുകൊണ്ടിങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ. അപ്പോൾ ക്ലിമാറ്റിസ് നമ്മൾ വളരെയധികം യൂസ്ഫുൾ ആയ റെമഡിയാണ്. ക്ലിമാറ്റിസിൻ്റെ ഒരു കാര്യം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. SLC പഠിക്കുന്ന ഒരു കുട്ടി, അവരെ പാരൻസ് വന്ന് പറഞ്ഞു, ഈ കുട്ടി രാവിലെ 4 മണിക്ക് എഴുന്നേക്കും, പുസ്തകം തുറക്കും, അങ്ങനെ കിടന്നുറങ്ങും. പുസ്തകം ഒരു പേജ് പോലും വായിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഉറക്കം തൂങ്ങി പോയി കഴിഞ്ഞാൽ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും? പരീക്ഷയ്ക്ക് നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ഉറക്കം ജാസ്തിയാണ്. ആ ഒരു സ്റ്റുഡൻറ്റിന് ക്ലിമാറ്റിസ് എന്ന മരുന്ന് കൊടുത്ത് എനിക്ക് വിതിൻ ഷോർട്ട് പീരീഡ്, മാക്സിമം 15 days ഓർ 1 month പോലും എടുത്തിട്ടുണ്ടാവില്ല. കാരണം 10th എക്സാം ടൈം അടുത്തിരിക്കുന്ന സമയം. ക്ലിമാറ്റിസ് എന്ന റെമഡി അവർക്ക് ഈ ഉറക്കത്തിൽ നിന്ന് മോചനം കൊടുക്കുകയും നല്ല രീതിയിൽ പഠിക്കാനും നല്ല രീതിയിൽ അവർ പരീക്ഷ എക്സാം എഴുതാനും അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഈസ് ഹണിസക്കിൾ. അപ്പോൾ ഒന്ന് ഫ്യൂച്ചറിൽ ജീവിക്കുന്നവർ, ഹണിസക്കിളോ ഭൂതകാലത്തിൽ ജീവിക്കുന്നവർ. എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, എൻ്റെ ഈ തറവാട്ടിലൊരു ആന നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുഴിയാനേ ഉള്ളൂ. അപ്പോൾ ഭൂതകാലത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കാണ് ഹണിസക്കിൾ എന്ന് മരുന്ന് കൊടുക്കുന്നത്. പാസ്റ്റില് എനിക്ക് അന്ന് അങ്ങനെയായിരുന്നു, എനിക്ക് അന്ന് ഇത്ര കാശുണ്ടായിരുന്നു, അന്ന് ഞാൻ പൈസ ഇത്ര ഉണ്ടായിരുന്നു, അന്ന് ഞാൻ വലിയ തറവാട്ടിലെ ആളായിരുന്നു ഞാൻ എന്ന് പറഞ്ഞ് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആൾക്കാർ. ഭൂതകാലത്തിൽ ജീവിക്കുന്നവർ, അന്ന് ഞാൻ വളരെ സംതൃപ്തയായിരുന്നു, നല്ലൊരു ചങ്ങാതി ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് കഴിയുന്നവർ. പൂർത്തീകരിക്കാനാവാത്ത ആഗ്രഹങ്ങളിൽ മനസ്സ് കൊടുക്കുന്നവർ. ദോസ് ഹു ലീവ് ഇൻ ദ പാസ്റ്റ്, പെർഹാപ്സ് എ ടൈം ഓഫ് ഗ്രേറ്റ് ഹാപ്പിനെസ് ഓർ മെമ്മറീസ് ഓഫ് എ ലോസ്റ്റ് ഫ്രണ്ട് ഓർ അംബീഷ്യസ് വിച്ച് ഹാവ് നോട്ട് കം ട്രൂ. ഇനി പുതിയ ആഗ്രഹങ്ങളൊന്നും സന്തോഷമൊന്നും ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല. അപ്പോൾ എല്ലാ പാസ്റ്റിലെ പ്രസന്റിലേക്ക് കൊണ്ടുവന്ന് ജീവിക്കുന്ന ആൾക്കാരെ കൊടുക്കുന്ന ഹണിസക്കിൾ നമുക്ക് ഈ സ്റ്റുഡൻസിൻ്റെ പഠനകാലത്ത് ഉപയോഗിക്കുന്ന ഡ്രഗായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഹണിസക്കിൾ കൊടുക്കാറുണ്ട്. ദേ ഡു നോട്ട് എക്സ്പെക്ട് ഫർദർ ഹാപ്പിനെസ് സച്ച് ദേ ഹാവ് ഹാഡ്. അവർക്ക് ഒരു വിശ്വാസമില്ല, നാളെ ഞാൻ നന്നാവുന്നുള്ള വിചാരമൊന്നുമില്ല, ഇന്ന് ഞാൻ നന്നാവുന്ന വിചാരമില്ല, എൻ്റെ എല്ലാ നല്ല കാലങ്ങളും കഴിഞ്ഞു എന്ന് പാസ്റ്റിൽ ജീവിച്ച് പാസ്റ്റിനെ കുറിച്ച് അയവറത്ത് ജീവിക്കുന്ന ആൾക്കാർ. നെക്സ്റ്റ് ഈസ് വൈൽഡ് റോസ്. എനിക്ക് ഇപ്പോഴത്തെ ജീവിതം തന്നെ മതി എന്ന് ചിന്തിക്കുന്നവർ. ഇതൊക്കെ തന്നെ ധാരാളം മതി, ഉള്ളത് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിതം മുന്നോട്ട് നടക്കും, ഒരു എഫർട്ടും അവരെടുക്കില്ല, അതൊക്കെ മതി, ഞാനിനി കൂടുതൽ പ്രയത്നിച്ച് ജീവിതം നന്നാക്കാനൊന്നും പോകുന്നില്ല, ഇപ്പോഴത്തെ ഈ സന്തോഷം തന്നെ എനിക്ക് ധാരാളം. Those who without apparently sufficient reasons become resigned to all that happens and just glide through life without any effort, improve things and find some joy. അവരുടേതായ ഒരു പ്രയത്നം അവർ ചെയ്യില്ല നന്നാക്കാൻ. ഇതൊക്കെ മതി എനിക്ക്, ഇത്രയോ ആൾക്കാർക്ക് ഇത്രയും കൂടി ഇല്ല, അതുകൊണ്ട് ഉള്ള ഈ നല്ല ജീവിതം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഞാൻ ജീവിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചതിന് ദൈവകൃപയാൽ എനിക്ക് ഹാപ്പിയാണ് എന്ന് ചിന്തിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് വൈൽഡ് റോസ്. ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് പരാതി പറയാതെ ഒരു പരാതി അവർക്കില്ല ജീവിതത്തിൽ. ആരോടും ഒരു പരാതിയില്ല, വീട്ടിലും പരാതിയില്ല. They have surrendered to the struggle of life without ഒരു പരാതി ഇല്ലാണ്ട് അവർ ജീവിതം മുന്നോട്ട് പോയിക്കോളും. നെക്സ്റ്റ് ഈസ് ഒലീവ്. ശാരീരികമായും മാനസികമായും തളർച്ച അനുഭവിക്കുന്നവർ. ഒലീവ് നമ്മുടെ ഒരു പേഷ്യൻസിൻ്റെ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് റെമഡിയാണ് ഒലീവ് എന്നുള്ളത്. ഒലീവ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആസ്പത്രിയിൽ കുറേ കാലം കടന്നു, അതിനുശേഷം തിരിച്ചു വന്നു, നമ്മളെ കാർബോ വെച്ചൊക്കെ ആസിഡ് ഫോസ് കൊടുക്കുന്ന മരത്തിന് ഒലിവ് കൊടുക്കുകയാണെങ്കിൽ മെന്റലി മാത്രമല്ല ഫിസിക്കലി അവരെ നമുക്ക് പെട്ടെന്ന് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരും. ശാരീരികമായും മാനസികമായും തളർച്ച അനുഭവിക്കുന്നവർ. ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഞാൻ ക്ഷീണിതയായി, അതിനുള്ള ആരോഗ്യവും എനിക്കില്ല. ദോസ് ഹു ഹാവ് സഫേർഡ് മച്ച് മെന്റലി ആൻഡ്
അപ്പോൾ മനസ്സുകൊണ്ടും ഒരു മതിയായി, ശരീരം കൊണ്ടും ഫിസിക്കലി ആൻഡ് ആർ സോ എക്സോസ്റ്റഡ് ആൻഡ് വെരി ദാറ്റ് ഫീൽ ദാറ്റ് ദേ ഹാവ് നോ മോർ സ്ട്രെങ്ത് ടു മേക്ക് എനി എഫർട്ട്. ഇനി എനിക്ക് എൻ്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കും, അത്രയും ഞാൻ ചെയ്ത് മതിയായിരിക്കുന്നത്. നിത്യജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിലില്ല. ഡെയിലി ലൈഫ് ഈസ് ഹാർഡ് വർക്ക് ഫോർ ദം വിത്തൗട്ട് പ്രഷർ. നിത്യേന രാവിലെ എഴുന്നേച്ച് കഴിഞ്ഞാൽ അതൊരു റുട്ടീൻ വർക്കായിട്ട് അവർ ചെയ്യുന്ന ആൾക്കാർ. നിറ്റില്ലേ ഇനിയിപ്പോൾ ഏതായാലും ഇന്നത്തെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, രാവിലെ രാത്രി ആവണം പകലാവണം, അങ്ങനെ ഒരു മാനസികമായിട്ട് തളർന്ന ആൾക്കാർ, ശാരീരികമായിട്ടും തളർന്ന ആൾക്കാർ, അത്രയും ഒരു വിഷമിച്ച് നടക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടേൺ ചെയ്ത ആൾക്കാരൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് ഒലിവ്. അല്ലെങ്കിൽ പറയാൻ ചിലവർക്ക് മെൻ്റൽ സ്ട്രെങ്ത്തും ഫിസിക്കൽ സ്ട്രെങ്ത്തും കിട്ടാനായിട്ട് ഇത് ഈ മരുന്ന് കൊടുത്തതിന് തീർച്ചയായിട്ടും നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും. നെക്സ്റ്റ് ഇറ്റ് വൈറ്റ് ചെസ്റ്റ്നട്ട്. നമ്മൾ ഒരുവിധം എല്ലാ പ്രിസ്ക്രിപ്ഷൻസിലും ബാഷ് റെമഡീസിൽ പ്രിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യേണ്ട ഒരു മരുന്നാണ് വൈറ്റ് ചെസ്റ്റ്നട്ട്. കാരണം ഏത് കാര്യങ്ങളും നമുക്ക് ഫിയർ ആയാലും ഡ്രൗസിനെസ് ആയാലും എന്തായാലും എല്ലാം നമ്മുടെ മനസ്സിൽ തോട്ട്സ് ആണ്. ഈ തോട്ട്സിനെ നമുക്ക് മാറ്റാൻ നമുക്ക് എപ്പോഴും സൂക്കേടായാലും നല്ലത് മാറ്റാനായിട്ട് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയ റബ്ബിന് വൈറ്റ് ചെസ്റ്റ്നട്ട്. അവനവൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ, ആശയങ്ങൾ, വാക്കുകളെ നിയന്ത്രിക്കാൻ പറ്റാത്തവർ, എനിക്ക് അതിന് ആഗ്രഹമില്ലാഞ്ഞിട്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഗ്രാംഫോൺ പ്ലേറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സൂചി തിരിഞ്ഞ് ആ അവസാന പാട്ട് കഴിയുന്നവൻ തിരിയുന്ന നമ്മളെ ചിന്തകൾ നമ്മളെ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രകൃതക്കാർക്കാണ് വൈറ്റ് ചെസ്റ്റ്നട്ട് കൊടുക്കുന്നത്. ബാഷ് റെമഡീസിൻ്റെ എല്ലാ കോമ്പിനേഷൻ പ്രിസ്ക്രിപ്ഷനിലും ബേസിക് റെമഡിയാണ് വൈറ്റ് ചെസ്റ്റ്നട്ട്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ബാഷ് റെമഡീസ്, എന്ത് ബാഷ് റെമഡീസ് പ്രിസ്ക്രൈബ് ചെയ്താലും അതിൽ ഫസ്റ്റ് ഡ്രഗ് വൈറ്റ് ചെസ്റ്റ്നട്ടാണ്. ചിന്തകളെ നിയന്ത്രിക്കാനുള്ള മനഃശക്തി എനിക്ക് കിട്ടുന്നില്ല. ഫോർ ദോസ് ഹു കനോട്ട് പ്രിവെന്റ് തോട്ട്സ്, ഐഡിയാസ്, ആർഗ്യുമെന്റ്സ് വിച്ച് ദേ ഡു നോട്ട് ഡിസയർ ഫ്രം എൻറ്ററിങ് ദ മൈൻഡ്. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കും. യൂഷ്വലി ആസ് സച്ച് ടൈം when the interest of the moment is not strong enough to keep them mindful. നമ്മൾക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് രാത്രി കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെക്കുറിച്ച് ചിന്ത, എൻ്റെ അസുഖങ്ങളെക്കുറിച്ച് ചിന്ത, എൻ്റെ പരിസരത്തെക്കുറിച്ച് ചിന്ത, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്ത, ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്ന് എൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഉറക്കം കിട്ടാത്തവർക്ക് ചിന്തകളെ കൊണ്ടുള്ള ശല്യം മാറ്റാനായിട്ട് വൈറ്റ് ചെസ്റ്റ്നട്ട് പ്രിസ്ക്രിപ്ഷൻ ചെയ്യാൻ സാധിക്കും. മനസ്സിനെ അലട്ടിയ ചിന്തകൾ, പ്രശ്നങ്ങൾ, ഞാൻ മറക്കുന്ന കാര്യങ്ങൾ എന്നിവ മനസ്സിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം വേണ്ടാന്ന് വെച്ചാൽ ശരി, നിങ്ങൾ വെറുതെ അധികം ആലോചിക്കേണ്ട, അധികം സ്ട്രെസ് ചെയ്യേണ്ട, അധികം ആങ്സൈറ്റി അടിക്കേണ്ട, അധികം പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാലും വൈറ്റ് ചെസ്റ്റ് ബേസിക് ക്യാരക്ടറുള്ള ഇതൊന്നും അവർക്ക് മനസ്സെന്നവർക്ക് നീക്കാൻ സാധിക്കില്ല. Thoughts which worry and will remain or for a time thrown out will return. നമ്മൾ വേണ്ടാന്ന് വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ടാന്ന് ചിന്തിക്കേണ്ടെന്ന് വെച്ച കാര്യങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് ഇത് വീണ്ടും നമുക്ക് മനസ്സിലേക്ക് വന്ന് നമ്മുടെ ഉറക്കം കെടുത്തുക. ഇത്തരം ചിന്തകൾ നിരന്തരം എന്നെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു, എനിക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കുന്നു. They seem to circle round and causes mental torture. ഇനിയിപ്പോൾ ഈ ചിന്തകൾ മനസ്സിൽ വരുന്നത് മാത്രമല്ല, അതെനിക്ക് വളരെയധികം പ്രയാസങ്ങളും മനസ്സിൽ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്നു എന്ന് പറയുന്ന വഴി. ഇത്തരം അനാവശ്യ ചിന്തകൾ എൻ്റെ നിത്യജീവിതത്തെ തന്നെ ബാധിക്കുന്നു, എൻ്റെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നു, എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നു. The presence of such unpleasant thoughts draw out peace and interferes with being able to think only of the work or pleasure of the day. ഈ ചിന്തകൾ തന്നെ നമ്മൾ ചിലരൊക്കെ റോഡിലൊക്കെ നടക്കുമ്പോൾ കാണാം, എവിടെയോ ആലോചിച്ച് പോകുന്ന മാതിരിയില്ലേ. ചിലപ്പോൾ അവരുടെ മേലെ ആരെയും തട്ടിയാൽ അറിയില്ല, മുട്ടിയാൽ അറിയില്ല, ബസ് തട്ടിയാൽ അറിയില്ല. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ചിന്തകൾക്ക് ഒരു കടിഞ്ഞാനിടാൻ പറ്റിയ ഒരു മരുന്നാണ് വൈറ്റ് ചെസ്റ്റ്നട്ട്. എല്ലാ കോമ്പിനേഷൻ ഡ്രഗിലും പ്രിസ്ക്രിപ്ഷനിലും വൈറ്റ് ചെസ്റ്റ്നട്ടാണ് ഫസ്റ്റ് റെമഡി ആയിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ്
ആറാമത്തെ മരുന്ന് മസ്റ്റാർഡ്. ജീവിതത്തിൽ വല്ലപ്പോഴെങ്കിലും വിഷാദ രോഗത്തിന് അടിമപ്പെടുന്നത് മസ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുകാണ്. കറുത്ത കാർമേഘം പോലെ എൻ്റെ മനസ്സ് ഇരുണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശവും പ്രത്യാശയും ഞാൻ കാണുന്നില്ല. ഇതിന് എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സൊരു ആകെ ഒരു കറുത്തിരുണ്ട്, ഒന്നും എനിക്ക് കാണുന്നില്ല. ഒരു പ്രകാശം എൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല. എൻ്റെ മനസ്സിൽ ഒരു നല്ല കാര്യങ്ങളും വരുന്നില്ല. ആകെ കൂടെ ഒരു ഇരുണ്ട കാർമേഘം പോലും മനസ്സിങ്ങനെ തപിക്കുകയാണെന്ന് പറയുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന മസ്റ്റാർഡ്. നമ്മൾ ഡിപ്രഷനിലൊക്കെ വരുന്ന പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്ന ഒരു മരുന്നാണ് മസ്റ്റാർഡ്. ദോസ് ഹു ആർ ലയബിൾ ടു ടൈംസ് ഓഫ് ഗ്ലൂം ഓർ ഈവൻ ഡെസ്പയർ ആസ് എ cold dark cloud overshadows them and hid the light and joy of നമ്മൾ നിത്യജീവിതത്തിൽ സന്തോഷത്തിനെ തന്നെ കെടുത്തുന്ന ഒരു സംഭവം മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കാർമേഘം, കറുത്ത കാർമേഘം നമ്മുടെ മനസ്സിനെ, ചിന്തകളെയും പ്രവൃത്തികളെയൊക്കെ നമ്മളെ തടസ്സപ്പെടുത്തി. ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ ടു ഗീവ് എനി റീസൺ ഓർ എക്സ്പ്ലനേഷൻ ഓഫ് സച്ച് അറ്റാക്സ്. ഈ ഒരു ചിന്തകൾ വരുന്നതിനോ ഈ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നതിന് എന്താണ് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു കാരണം, ഒരു ഇൻസിഡൻസും വരെ പറയാനുണ്ടാവില്ല. ഈ സന്ദർഭങ്ങളിൽ എനിക്ക് സന്തോഷപരമായി ജീവിക്കാൻ, പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ് ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു അപ്പിയർ ഹാപ്പി ഓർ ചെയർഫുൾ. എനിക്ക് ഈ സമയത്ത് സന്തോഷം തീരെ പ്രകടിപ്പിക്കാനോ അനുഭവിക്കാനോ സാധിക്കുന്നില്ല. നെക്സ്റ്റ് 7th one is chestnut bud. നമ്മുടെ മേശപ്പുറത്ത് എന്നും വേണ്ട ഒരു മരുന്നാണ് ചെസ്റ്റ്നട്ട് ബഡ്. അവനവൻ്റെ ജീവിതം, അനുഭവങ്ങൾ അവനവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തവർ. നമ്മൾ പല ജീവിത അനുഭവങ്ങളുണ്ടാകും, പക്ഷെ അതൊക്കെ നമ്മൾ അത് കണ്ടുപഠിച്ച് അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നല്ലതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ധാരാളം പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകും. ഈ ജീവിതാനുഭവങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ സാധാരണയിൽ കൂടുതൽ സമയം എടുക്കുന്നവർ മറ്റുള്ളവരെക്കാൾ സമയം എടുക്കും. ചിലവർക്ക് നമ്മൾ ചെസ്റ്റ്നട്ട് ബഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ ചിൽഡ്രനാണ്. ഇപ്പോൾ സ്കൂൾ ചിൽഡ്രന് പ്രിസ്ക്രിപ്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാത്സ് പീരീഡിൽ മാത്സ് ടീച്ചർ മാത്സിൻ്റെ പ്രോബ്ലം ഇട്ടു. അപ്പോൾ കുറേ പേര് പറഞ്ഞു എനിക്ക് മനസ്സിലായി ടീച്ചർ എന്ന് പറയും. പക്ഷെ ചില കുട്ടികൾ പറയും ടീച്ചറെ മനസ്സിലായില്ല പറയും. ടീച്ചർ 2ാം പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, 3ാമത്തെ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് എത്ര എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുത്താലും അവർക്ക് അത് തലയിൽ കയറാത്ത കുട്ടികൾ, അങ്ങനെ ചെസ്റ്റ്നട്ട് ബഡ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പഠിത്തത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസിനെ അനലൈസ് ചെയ്ത് അവരെ നേർവഴിക്ക് അവരുടെ ഓർമ്മശക്തി കിട്ടാനായിട്ടും എളുപ്പം മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഫ്രീക്വന്റ് റിപ്പീറ്റ് ചെയ്താൽ പാഠങ്ങൾ മനസ്സിലാകാനുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ മരുന്ന് ചെസ്റ്റ്നട്ട് ബഡ്. ഫോർ ദോസ് ഹു For those who do not take full advantage of observation experience and who take a longer time than others to learn the lessons of daily life. നിത്യജീവിതത്തിലെ അനുഭവങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അനുഭവിച്ചാലും കുറെ കഴിഞ്ഞാൽ മാത്രം അവരുടെ തലയിൽ കയറുള്ളൂ. നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എത്ര പ്രാവശ്യം നീ ഈ മിസ്റ്റേക്ക് ചെയ്യണം, എന്നാലും നീ അത് ആ മിസ്റ്റേക്കിന്ന് ഇനിയും മുന്നോട്ട് വരുന്നില്ല. ചിലർക്ക് ഒരു അനുഭവം തന്നെ മതി കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പക്ഷെ ചിലർക്ക് ധാരാളം നിത്യജീവിത അനുഭവങ്ങൾ ഉണ്ടായാൽ മാത്രമേ എങ്ങനെ ജീവിക്കണമെന്ന് തത്വം മനസ്സിലാക്കേണ്ടത്. Whereas one experience would be enough for some, such people find necessary to have more, sometimes severe several before the lessons is learned. ചിലവരൊക്കെ പല പ്രാവശ്യം അനുഭവങ്ങൾ കൂടെ കടന്നുപോയാൽ മാത്രമേ അവരുടെ മിസ്റ്റേക്സ് കറക്റ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇവർ ഒരേ തെറ്റ് തന്നെ പല അവസരങ്ങളും ആവർത്തിക്കുന്നു. ഇത് ഒരു പ്രാവശ്യം തിരുത്താവുന്നതേ ഉള്ളൂ. മറ്റുള്ളവർക്ക് കണ്ടുപിടിച്ചാലെങ്കിലും ഈ ഒരു തെറ്റ് തിരിക്കാൻ പറ്റുമായിരുന്നല്ലോ. മറ്റുള്ളവരെ തെറ്റ് കണ്ടിട്ടെങ്കിൽ നമുക്ക് ആ തെറ്റ് ആവർത്തിക്കാൻ പറ്റും ശരിക്കും. പക്ഷെ ഇവർക്കത് ആ തെറ്റിന്ന് പാഠം ഉൾക്കൊണ്ട് ഇവർക്കത് ആ തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ആ തെറ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകും. പല പ്രാവശ്യം ചെയ്തിട്ട് തന്നെ ഇവർക്ക് തെറ്റിന്ന് മോചനം കിട്ടുന്നു. Therefore, to their regret, they find themselves having to make the same error on different occasions
when once would have been enough, or observation of others would have been spared them even that for one fault. ഒരു തെറ്റും തന്നെ നമുക്ക് പാഠം പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ചെസ്റ്റ്നട്ട് ബഡ് ആൾക്കാർക്ക് ഒരു തെറ്റിൽ കൊണ്ടൊന്നും അവർ പഠിക്കില്ല. പല പ്രാവശ്യം ആ തെറ്റ് ആവർത്തിച്ചിട്ട് തന്നെ അത് തെറ്റുന്ന ശരിയിലേക്ക് എത്തുള്ളൂ അവര്. കേസ് ഹിസ്റ്ററീസ്: ഉറക്കമില്ലായ്മ, സ്ലീപ്ലെസ്നെസ്, ഇൻസോംനിയ, വൈകി ഉറക്കം കിട്ടുന്നവർ, ഡിലേഡ് സ്ലീപ്പ്, കനോട്ട് സ്ലീപ്പ് അൺലെസ് വെരി ലേറ്റ് ഇൻ ദ നൈറ്റ്, വളരെയധികം അർദ്ധരാത്രിയായിട്ട് ഉറക്കം കിട്ടും. ഇപ്പോൾ 12 മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 മണിക്ക് ശേഷം ആഴ്ചനിക്കാലും നെക്സോമിക്ക കിട്ടുന്ന ഉറക്കം കിട്ടുന്ന ആൾക്കാർ. ഉറക്കം കിട്ടാത്തവർ ഒരു അസ്വസ്ഥമായ ഉറക്കം. ചിലവരൊക്കെ ഉറങ്ങുന്നുണ്ട്, പക്ഷെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ആയിരിക്കും. അങ്ങോട്ട് തിരിഞ്ഞ് കാലോണ്ട് ചുട്ടി കൈ കൊണ്ട് ചുറ്റി ഉറക്കത്തിൽ എന്തെങ്കിലുമൊക്കെ നേരെ വിളിച്ച് ബഹളം വയ്ക്കുന്ന ആൾക്കാർക്ക് സ്വഭാവമുള്ള ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഓർ നോ സ്ലീപ്പ് with fits and starts during the night. ഇങ്ങനെ ഉറക്കം കിട്ടാത്ത ആൾക്കാർക്ക് നമ്മൾക്ക് പ്രിസ്ക്രിപ്ഷൻ ചെയ്യാം. പ്രിസ്ക്രിപ്ഷനാണ് പറയുന്നത് വൈറ്റ് ചെസ്റ്റ്നട്ടും പ്ലസ് സ്ക്ലെറാന്തസ്. അത് BDS ആയിട്ട് കൊടുക്കാം. അപ്പോൾ സ്ലീപ്ലെസ്നെസ്സിന് ഒരു പ്രിസ്ക്രിപ്ഷൻ ഞാൻ പറയാണ്, വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് സ്ക്ലെറാന്തസ്. പിന്നെ ഇൻഡിവിജ്വൽ കേസ് എടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് വേറെ പ്രത്യേകത, അല്ലെങ്കിൽ ഇംപേഷ്യൻസിന്റെ സിംറ്റംസോ ഫിയറിന്റെ സിംറ്റംസോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാൻ കൊടുക്കും. മിസ്റ്റർ എക്സ് എന്ന വ്യക്തി വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ആളായിരുന്നു. എല്ലാ ജീവിത സൗകര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പണം, ആരോഗ്യം, ബംഗ്ലാവ്, കാറ്, സമൂഹത്തിൽ നല്ല മാന്യമായ മനുഷ്യൻ, ബഹുമാനം, നല്ല ബിസിനസ്, ഇതെല്ലാം കൊണ്ട് അയാൾ സന്തോഷമായി. ഒരു ദിവസം അയാളുടെ മകനെ ആരോ തട്ടിക്കൊണ്ടുപോയി. വീട്ടിലെ സന്തോഷമെല്ലാം ഇല്ലാതെ ആശങ്കയും ഭയവും കാരണം കുട്ടിയെക്കുറിച്ച് ചിന്തിച്ച് അയാളുടെ ഉറക്കമില്ലാതായി. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, അപ്പൊ ഇവിടെ ഫിയർ എന്നുള്ള ക്യാരക്ടർ വന്നു കുട്ടിയെ നഷ്ടപ്പെട്ടതിൽ. പിന്നെ അതേ കാര്യം തന്നെ പെർസിസ്റ്റന്റ് ആയിട്ട് മനസ്സിലേക്ക് ഇങ്ങനെ അലട്ടാൻ തുടങ്ങി. അപ്പോൾ വൈറ്റ് ചെസ്റ്റ്നട്ട് വന്നു. നെക്സ്റ്റ് ഇസ് റെഡ് ചെസ്റ്റ്നട്ട്, then സ്ക്ലെറാന്തസ്. ഈ പറഞ്ഞ സിംറ്റംസിൽ എല്ലാം കൂടിയിട്ട് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ മെറ്റീരിയൽ വായിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത് സെലക്ട് ചെയ്തു എന്നുള്ളത് അറിയാൻ പറ്റും. മിംലസ് പ്ലസ് വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് സ്ക്ലെറാന്തസ് പ്ലസ് റെഡ് ചെസ്റ്റ്നട്ട് എന്നുള്ള മരുന്നാണ് ഈ സമയത്ത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തത്. ഇനി നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് മാറ്റാനുള്ള സിഗരറ്റ്, മദ്യപാനം എന്നീ ദുശീലങ്ങൾ മാറ്റാനായിട്ട് എപ്പോഴും അല്ലെങ്കിൽ മദ്യപാനം വേണമെന്ന ചിന്ത, ഇത് ഉപേക്ഷിക്കാനുള്ള മനോധൈര്യമില്ലാത്തവർ, ഇത് ഉപേക്ഷിക്കാൻ പറ്റാത്തവർ, അവർക്കുള്ള പ്രിസ്ക്രിപ്ഷൻ നമ്മൾക്ക്. ആൽക്കഹോളിക് ഹാബിറ്റ്സ് ഉള്ളവർക്ക് കൊടുക്കുക. എല്ലാത്തിനും ഞാൻ പറയുന്നുണ്ട് വൈറ്റ് ചെസ്റ്റ്നട്ട് ആണ് ബേസിക് റെമഡി എന്നുള്ള കാര്യം. ഇവിടെ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത് നമ്മൾ വൈറ്റ് ചെസ്റ്റ്നട്ട് ബേസിക് റെമഡി. വാൾനട്ടിന്റെ പ്രത്യേകിച്ച് ലിങ്ക് ബ്രേക്കർ ആണ്. ലിങ്ക് ബ്രേക്കർ പറഞ്ഞാൽ നമ്മളില്ലാത്ത ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ അകപ്പെട്ടു പോയി അതിൽ നിന്ന് നമ്മൾ മോചനം കിട്ടാനായിട്ട് പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്ന വാൾനട്ട്. നമ്മൾ പ്യൂബർട്ടി പീരീഡിൽ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്ന മരുന്നാണ് വാൾനട്ട് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വിദേശത്ത് നിന്ന് പഠിച്ചൊരു കുട്ടി കേരളത്തിൽ വന്നാൽ ഇന്ത്യയിൽ വന്ന് പഠിക്കുന്ന സമയത്ത് അവർക്ക് ഈ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വരുന്നെങ്കിൽ ആ സമയത്ത് കൊടുക്കുന്ന ഡ്രഗാണ് വാൾനട്ട്. പിന്നെ ഇത് നിർത്താനുള്ള നമ്മുടെ ചങ്കൂറ്റം അല്ലെങ്കിൽ ധൈര്യമില്ലായ്മ, അപ്പോൾ ലാർക്ക്. ഇപ്പോൾ മദ്യപാനം, നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് മാറ്റാനുള്ള മെയിൻ ഡ്രഗ്സ് ആണ് വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട്, ലാർക്ക്. ഇതിൻ്റെ ഒരു കേസ് ഹിസ്റ്ററി പറയാം. 40 വയസ്സ് വരെ നല്ല ജീവിതം നയിച്ചു വരികയായിരുന്ന രോഹിത് എന്ന വ്യക്തി, പെട്ടെന്ന് അയാൾക്ക് ഭാര്യയെ ഒരു അപകടത്തിൽ നഷ്ടമായി. അയാൾക്ക് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട മാതിരി ദുഃഖം കൊണ്ട് അയാൾക്ക് ജീവിതം തന്നെ തള്ളി നീക്കാൻ പ്രയാസമായി തോന്നുന്നു. വയസ്സായ അച്ഛനമ്മയും ചെറിയ കുട്ടിയും മകൻ, സ്വന്തമായ വ്യവസായം നടത്തുന്ന ആൾ. ഉള്ളിൽ ദുഃഖഭാരം ചുമന്ന് പുറമെ സന്തോഷം നടിച്ച് അയാൾ ജീവിക്കാൻ തുടങ്ങി. സങ്കടം താങ്ങാതായി അയാൾ മദ്യപാനശീലം തുടങ്ങി. അപ്പൊ ഇയാൾക്ക് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്ന ഒരു പ്രിസ്ക്രിപ്ഷനാണ്. നമ്മൾ മെയിനായിട്ട് പറഞ്ഞു, ആദ്യം തന്നെ വൈറ്റ് ചെസ്റ്റ്നട്ട് വരുന്നുണ്ട്, വാൾനട്ട് വരുന്നുണ്ട്, ലാർക്ക് എന്നുള്ളത്. പ്ലസ് നമ്മൾ ഇന്ത്യയിൽ കേസ് ടേക്കിങ്ങിൽ വന്ന ഡ്രഗാണ് അഗ്രിമണി എന്നുള്ള കാര്യം. അതുകൊണ്ടുള്ള ആ പ്രയാസത്തിന് നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് അഗ്രിമണി എന്നുള്ള മരുന്നും TDS ആയിട്ട് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ സൈനസൈറ്റീസ് നമ്മൾ അറിയാം, എന്താ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. അതിന് പ്രിസ്ക്രിപ്ഷൻ വരുന്നത് അവിടെയും ബേസിക് ഡ്രഗ് ആയിട്ട് വൈറ്റ് ചെസ്റ്റ്നട്ട്, ദെൻ ആ ഒരു ലിങ്ക് ആ സൂക്കേട് വരാതിരിക്കാനായിട്ട് വാൾനട്ട് പ്ലസ് ക്രാബ് ആപ്പിൾ. ക്രാബ് ആപ്പിൾ പറഞ്ഞാൽ യൂണിവേഴ്സൽ ക്ലീൻസിങ്
ക്ലെൻസിങ് റെമഡിയാണ് ക്രാബ് ആപ്പിൾ എന്നുള്ളത്. ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ സൈനസുകൾ അടഞ്ഞാൽ കഫക്കെട്ട് കൊണ്ട് ഇടയ്ക്കിടെ ജലദോഷം, ചുമ, മൂക്കടപ്പ്, തലവേദന, കണ്ണിന് മുകളിൽ വേദന, ഡോക്ടർ ഓപ്പറേഷൻ പറയും, സർജറി ചെയ്യാൻ പറയും. പക്ഷെ അതുകൊണ്ടൊന്നും താൽക്കാലിക സമാധാനം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഈ ഘട്ടത്തിൽ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്നതാണ് വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട്, ക്രാബ് ആപ്പിൾ, സൈനസൈറ്റിസ് പ്രിസ്ക്രിപ്ഷൻ ചെയ്യുക. ഇനി നമുക്ക് വോയിസ് ഹോഴ്സ്നെസ്, നമ്മുടെ തൊണ്ടയടപ്പ് വരുന്ന സമയത്ത് വോക്കൽ കോഡ്സിനുള്ള പ്രോബ്ലം കാരണമാണ് നമുക്ക് വരുന്നത്. നമ്മളെ പബ്ലിക് സ്പീക്കേഴ്സിന് വരുന്ന പ്രോബ്ലം, ടീച്ചേഴ്സിന് വരുന്ന പ്രോബ്ലം, സിംഗേഴ്സിന് വരുന്ന പ്രോബ്ലം, ഇതിലെല്ലാം നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അവർക്ക് എന്താ വേണ്ടത്? സ്ട്രെങ്ത് ആണ് വേണ്ടത്. ഫിസിക്കൽ സ്ട്രെങ്ത്തും മെന്റൽ സ്ട്രെങ്ത്തും വേണം. അതിന് ഹോൺബീം ആണ് പ്ലസ് ഒലീവ് ആണ് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ. ഹോൺബീം പ്ലസ് ഈ വോയിസ് സോഴ്സിന് പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്നത് ഹോൺബീം പ്ലസ് ഒലീവ് പ്ലസ് ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും അവരെ വേറെ പ്രത്യേക സിംറ്റംസ് നമ്മൾ നോട്ടീസ് ചെയ്യണമെങ്കിൽ അതും പ്രിസ്ക്രൈബ് ചെയ്യാം. എക്സ് എന്ന വ്യക്തി ഒരു പ്രോഗ്രാമിൽ പാടാൻ ചെന്നു. 4 പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ വോയിസ് ഫീബിൾ ആവാൻ തുടങ്ങി. അയാൾക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ പബ്ലിക് പ്രോഗ്രാം ആയതുകൊണ്ട് അയാൾക്ക് പൈസയും വാങ്ങിയതുകൊണ്ട് അയാൾക്ക് ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ സമയത്ത് ഒരു ഫ്രീക്വന്റ് ഇന്റർവെല്ലിൽ പ്രിസ്ക്രിപ്ഷൻ ചെയ്തതാണ് ഒലീവ് പ്ലസ് ഹോൺബീം പ്ലസ് വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് മിംലസ്. ഈ വൈറ്റ് ചെസ്റ്റ്നട്ട് നമ്മൾ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് റെമഡി ആയിട്ട് എപ്പോഴും വരുന്നതാണ് പേഴ്സൺ തോട്ട്സിന്. മിംലസ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ചെയ്ത് ഈ പബ്ലിക് പ്രോഗ്രാമിൽ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഭയം, ഞാൻ നാണം കെട്ട് പോലെ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇത്രയും പൈസ വാങ്ങിയിട്ടല്ലേ പ്രോഗ്രാം നടത്തി എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ആ ഭയം അയാളുടെ മനസ്സിനെ കൂടെ അലട്ടാൻ തുടങ്ങിയതുകൊണ്ട് നമ്മൾ മിംലസും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക സിംറ്റംസ് വരുമ്പോൾ ആ ബേസിക് പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് ഇതും കൂടെ ആഡ് ചെയ്യണം. അലർജി. അപ്പൊ അലർജി പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് അർട്ടിക്കേറിയ വരാം, നമുക്ക് സ്നീസിങ് വരാം. തൊലിപ്പുറത്ത് വരുന്ന അലർജി അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ശ്വാസം മുട്ടൽ വരിക, ഡസ്റ്റ് അലർജി, പൊള്ളൻ അലർജി, സ്ഥിരമായ അലർജി അനുഭവിക്കുന്നവർക്ക് അതും അയാൾ എന്നും ഉണ്ടാകുന്ന ചിന്തകൾ വീണ്ടും വീണ്ടും വരുമ്പോൾ എന്ന് തോന്നുന്നു. അപ്പൊ അതിനും ബേസിക് ആയിട്ട് വരുന്നത് വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട്, ക്രാബ് ആപ്പിൾ പ്ലസ് മിംലസ്. ഒരു ഭയം, ഇത് വരുമോ എന്നുള്ള ഭയം മനസ്സിൽ, ഈ അലർജി എനിക്ക് ഉണ്ടാവുമോ. അപ്പൊ നമുക്ക് അലർജി കണ്ടീഷൻസിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഹോമിയോ മെഡിസിൻസ് കൊടുക്കുന്നതിന് പുറമെ ബേസിക് ആയിട്ട് ഈ ഒരു ഫ്ലവർ പ്രിസ്ക്രിപ്ഷൻ ചെയ്യാം. ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മഴക്കാലങ്ങളിൽ തൊലിപ്പുറത്ത് അർട്ടിക്കേറിയമാരെ അലോപ്പതി, ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് പ്രയോജനം ലഭിച്ചില്ല. ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് നമുക്ക് ആ ഒരു ക്യൂർ കൊടുക്കാൻ പറ്റി. ഇനി നമുക്ക് വരുന്ന മുഖക്കുരുവിനുള്ള പ്രിസ്ക്രിപ്ഷൻ, അവിടെയും വരുന്നത് വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട്, ക്രാബ് ആപ്പിൾ. മുഖക്കുരു പ്രായപൂർത്തിയാവുന്ന സമയത്ത് വരുന്നത് ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമില്ലാണ്ട്. എക്സ് എന്ന വ്യക്തി മഗ്നീഷ്യം മ്യൂർ എന്ന ഡ്രഗ് ആഴ്ചയിൽ 1 ദിവസം വീതം കഴിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ കല്യാണ നിശ്ചയം എടുത്ത് മുഖക്കുരു മാറുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അത് ഭയങ്കരമായിട്ട് മനസ്സിന് ഒരു പേടിയായി മാറി. മുഖക്കുരു പെട്ടെന്ന് തന്നെ മാറിക്കിട്ട് എന്ത് ചെയ്യണമെന്ന് ആദ്യം കൂടി വന്നു. അവരൊക്കെ പ്രിസ്ക്രിപ്ഷൻ ചെയ്തത് വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് ക്രാബ് ആപ്പിൾ, നമ്മൾ യൂണിവേഴ്സൽ ക്ലെയിംസർ, മിംലസ് ഭയം, ഈ മുഖക്കുരുവിനെ കുറിച്ച് ഭയം, ഇംപേഷ്യൻറ്റ്, ഇത് മാറോ എന്നുള്ള ഒരു മനസ്സിനൊരു പ്രശ്നം വരുന്നതിന് ഇംപേഷ്യൻസ് പ്ലസ് മിംലസ് പ്ലസ് മഗ്നീഷ്യം വരെയൊക്കെ വീക്ക്ലി വൺസും കൊടുത്ത് നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വളരെയധികം ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് പറയാൻ പറ്റിയത്. ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. ഇനിയിപ്പോ നമുക്ക് 5 മിനിറ്റ് ആണുള്ളത്. സാർ എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ചോദിക്കാൻ സംശയങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം, ആൾവേസ് ക്യാരി എ ബോട്ടിൽ ഓഫ് റെസ്ക്യൂ റെമഡി whenever you travel outside. It will be useful to the people who is carrying as well as for the public. എവിടെയെങ്കിലും നമുക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് റെസ്ക്യൂ റെമഡി കയ്യിലെടുത്തിട്ട് നമ്മൾ ഹോമിയോ ഡോക്ടേഴ്സ് പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് നമുക്ക് വളരെയധികം ആൾക്കാരുടെ ജീവിതം നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാരെ മുഴുവനും നമ്മൾക്ക് ഈ റെസ്ക്യൂ റെമഡി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അവർക്ക് ഒരു പോസിറ്റീവ് ഫീലിംഗ് അവർക്ക് ഈ റെസ്ക്യൂ റെമഡി കഴിച്ചാൽ ഉണ്ടാവുന്ന വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഡോക്ടേഴ്സ് എല്ലാം ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇംപേഷ്യൻസ് എല്ലാവരും രാത്രി കിടക്കുമ്പോഴും അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഡേ
ഹാപ്പി ആയിരിക്കും എന്ന് അത് നിങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി ഇനി നിങ്ങളെ ചോദ്യോത്തരവേളയിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളൂ. നന്ദി സാറേ. ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. നമ്മളുടെ സമയം ഇനി 5 മിനിറ്റ് 4 മിനിറ്റേ ഉള്ളൂ. വളരെ നല്ലൊരു ചുരുങ്ങിയ സമയം കൊണ്ട് സാറ് വളരെ പ്രയോജനമുള്ള ഒരു ക്ലാസ്സാണ് നമുക്ക് എടുത്തു തന്നത്. ആർക്കെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിലാണെങ്കിലും ഇട്ടാൽ മതി. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഗോപികൃഷ്ണൻ ഡോക്ടർക്ക് എനിക്ക് എൻ്റെ ഭാഗത്തൊരു വീഴ്ച വന്നായിരുന്നു. കാരണം ഞാൻ മിനിഞ്ഞാന്ന് നാളെ ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ മിനിഞ്ഞാന്ന് യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ചയാണെന്ന് കരുതിയാണ് ശനിയാഴ്ചയ്ക്ക് ചോദിച്ചത്. അത് കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് ഡേറ്റ് തെറ്റിപ്പോയത്. ദിവസം മാറിപ്പോയെന്നുള്ളത്. അപ്പൊ അത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഫോണും മാറി അപ്പം കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതായി, അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ കുഴപ്പമില്ല. ഏതായാലും ഇന്നിപ്പോ കിട്ടിയല്ലോ. സാർ വന്നത്രയും നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അപ്പോൾ എല്ലാവരോടും കൂടെ ഒരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ 5ാമത് വാർഷികം നാം 28-ാം തീയതി സെപ്റ്റംബർ 28-ാം തീയതി കൊച്ചിയിൽ വെച്ച് നടത്തുകയാണ്. താജ് വിവൻഡ ഹോട്ടലിൽ വെച്ചാണ്, അവിടെ വെച്ചാണ് നമ്മുടെ പരിപാടി. എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. കാരണം നമ്മളിവിടെ ഒരു കൂട്ടായ്മയ്ക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം കൂടിയാണത്. ഒരു കാരണവശാലും അത് മിസ് ചെയ്യരുത്. കാരണം എല്ലാവരെയും കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ ഡോക്ടർ ശങ്കർ നാരായൺ അദ്ദേഹം കുടുംബസമേതം 3 പേർക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത്, അതുപോലെ ഡോക്ടർ മോഹൻ ബാബു സാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും, നിങ്ങൾക്ക് അഥവാ വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ ആ കെയർ ഓഫിൽ കുറച്ച് പേരെ പങ്കെടുപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഓരോരുത്തരും രജിസ്റ്റർ ചെയ്യണം. നമുക്കിപ്പോൾ 3000 രൂപയാണ് ഓഗസ്റ്റ് 31 വരെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ ടാജിലാകുമ്പോഴത്തേക്ക് അവിടെ ഫുഡിന് തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ടാണ്. ഏകദേശം 2800 രൂപയോളം വരും നമുക്ക്. അങ്ങനെ പിന്നെ ഇതൊന്നും പോരാ, നമുക്ക് അതിൻ്റെ അത്രയും തന്നെ പണം കണ്ടെത്തിയാലേ അവിടെ വെച്ചൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. 5 സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ടാണ്. നമ്മുടെ IFBH എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ആ ഒരു കാര്യത്തിലും ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ഹോമിയോപ്പതിക്ക് തന്നെ അഭിമാനകരമാകുന്ന ഒരു നിമിഷങ്ങളായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. കാരണം നമ്മൾ കുറേ ആൾക്കാർക്ക് ഒരു 3 മിനിറ്റ് വീതം സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദേശീയ തലത്തിലുള്ള പ്രമുഖരെ പങ്കെടുപ്പിച്ചുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. എല്ലാം തന്നെ അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദേശ ഡോക്ടർമാരും അതുപോലെ ഇവിടുത്തെ സീനിയർ ഡോക്ടർമാരുമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വെറ്റിനറി ഹോമിയോപ്പതിയും അഗ്രോ ഹോമിയോപ്പതിയും അതുപോലെ ഡെൻ്റൽ ഹോമിയോപ്പതിയും ഒക്കെ പ്രസൻറ്റേഷൻ നടത്തുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഒരു 4:30 മുതൽ നമ്മൾ സാംസ്കാരിക പരിപാടികൾ നമ്മുടെ ഡോക്ടർമാരും ഹോമിയോപ്പതി സ്നേഹികളും ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും മികച്ച ഒരു പ്രോഗ്രാം ആയിരിക്കും അത്. എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ പ്രോഗ്രാം കാണുക മാത്രമല്ല, ഇതിനോട്ടൊരു കോൺട്രിബ്യൂഷനെങ്കിലും വരാൻ പറ്റാത്തവർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു വൻ വിജയമാക്കാൻ നമുക്ക് പറ്റും. അത് എല്ലാവർക്കും അഭിമാനകരമായ ഒരു പരിപാടിയായിട്ട് മാറ്റണം. അതുകൊണ്ട് നമ്മളെല്ലാം മിക്കവാറും ഫാക്കൽറ്റികൾ എല്ലാവരും തന്നെ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫാക്കൽറ്റികളൊക്കെ കാരണം നമുക്കിപ്പോഴും ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലില്ല. കാരണം മറ്റ് അലോപ്പതിക്കാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് മെഡിക്കൽ ഫാർമസികൾ അതെല്ലാം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും അങ്ങനെ വരും. പക്ഷെ നമുക്കത് പറ്റില്ല. നമ്മൾ തന്നെ അപ്പന എല്ലാം കണ്ടുപിടിക്കണം. അതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. നമുക്ക് സമയം പോയി, സമയം കഴിഞ്ഞു ഡോക്ടറെ. ഇപ്പം ധനേഷ് ഡോക്ടർ സാറിനൊരു നന്ദിയും കൂടെ പറയണേ. തീർച്ചയായും നമ്മളെ IFBH നമ്മൾ എപ്പോൾ വിളിച്ചാലും സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാറ് വെറും ഒരു ഹോമിയോപ്പതി ഡോക്ടർ മാത്രമല്ല, അദ്ദേഹം നല്ലൊരു കർഷകനാണ്. എല്ലാ സമയത്തും കൃഷി സമയത്ത് ഫുൾ ടൈം പാടത്ത് പോയി
നിന്ന് എല്ലാ കാര്യങ്ങളും നേരിട്ട് മേൽനോട്ടം നടത്തി കാര്യങ്ങൾ ചെയ്യിക്കുന്ന ആളാണ്. വെറും ഒരു കാഴ്ചക്കാരനായിട്ട് പാടത്ത് നിൽക്കുന്ന ആളല്ല. ആ പാലക്കാടൻ കർഷകൻ്റെ എല്ലാ ആ, ആ, പ്രത്യേകതകളുള്ള ഒരു സിമ്പിളായിട്ടുള്ള വ്യക്തിത്വമാണ് ഗോപികൃഷ്ണൻ സാർ. പിന്നെ അദ്ദേഹം നമ്മുടെ DM ആയിട്ടൊക്കെ റിട്ടയർ ചെയ്തെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനുകൾ നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് തരുന്നത്. തീർച്ചയായും ഈ വേദിയിൽ വന്ന് ഇത്രയും നല്ലൊരു പ്രസൻറ്റേഷൻ നടത്തിയ സാറിന് IFPCയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിയാണ്. സെയ്ദ് സാറിന് എന്തോ പറയാനുണ്ട്? സാറിനെ അഡ്മിറ്റ് ചെയ്യണമല്ലോ. സാറെ അഡ്മിറ്റ് ചെയ്യാവേ. സൈഡ് സാറേ. ആ വേറൊന്നുമില്ല, നമ്മുടെ ഒഫീഷ്യൽ മെമ്പേഴ്സൊക്കെ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. IFPCൻ്റെ കാരണം അവർ കീഴ്വഴക്കം അങ്ങനെ നല്ലതാ. ഒഫീഷ്യൽസ് എല്ലാം പ്രസിഡന്റ്, ഞാൻ, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, മെമ്പേഴ്സ് എല്ലാവരും ഉദ്യോഗമണ്ഡലമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. അവർ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അവരൊക്കെ തന്നെയാണല്ലോ ആദ്യം ചെയ്തത്. നമ്മൾ തന്നെയാണ് നമ്മളിത് തുടങ്ങുന്നത്. പിന്നെ സാറിൻ്റെ ഒന്നും പറയാതിരിക്കുകയാണല്ലോ നല്ലത്. സാറിൻ്റെ ഒരു കുടുംബം തന്നെ IFPC അല്ലെങ്കിൽ ഹോമിയോപ്പതിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യം. അതുകൊണ്ട് അത് പ്രത്യേകം പറയുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മളുടെ ഇന്നത്തെ 1818 പ്രതിദിന സൂം വെബിനാർ വളരെ നല്ല രീതിയിൽ നടത്തപ്പെട്ടു. ഇന്ന് നമുക്ക് ക്ലാസ് എടുത്ത ഗോപികൃഷ്ണൻ സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. വീണ്ടും എത്രയും വേഗം, വളരെ താമസിച്ചാണ് ഇപ്രാവശ്യം ഡോക്ടർ വന്നത്, എത്രയും വേഗം ബാക്കി ക്ലാസ്സുമായിട്ട് എത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയും കൂടിയാണ്. അതുപോലെ ആദ്യത്തെ നമ്മളുടെ സമയം നമുക്ക് ചോദ്യോത്തരവേളയ്ക്ക് വേണ്ടി ചെലവഴിച്ച ഇസ്മയിൽ സൈഡ് സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1818 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.